കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് മനോഹർ കിരണിനോട് താൻ ഗംഗാപ്രസാദിനെ കൊന്നത് എങ്ങനെയാന്നുള്ള കഥകളൊക്കെ പറയുവാണ്. കാരണം ആ കഥകളൊന്നും കിരണിന് അറിയുണ്ടായിരുന്നില്ല, സിയയോട്ട് പറഞ്ഞതും ഉണ്ടായിരുന്നില്ല. ഒടുവില് മനോഹറിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനോഹർ ഗംഗാപ്രസാദിന് എന്ന ആ ദുഷ്ടനെ താൻ തട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നേ. കല്യാണത്തിന്റെ അന്ന് തന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാന്ന് കരുതിയിട്ടാണ് മനോഹർ കല്യാണ ഓട്ടോടത്തിലേക്ക് വരുന്നേ. സരയു മോളെയും കൊണ്ട് വരും. അപ്പൊ പോകുന്നതിന് മുമ്പ് അന്നാണ് പരോള് തീർന്ന് മനോഹറിനെ ജയിലിലേക്ക് തിരികെ പോകേണ്ട ദിവസം. അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്റെ മോളെ ഒരു നോക്ക് അകലെ വെച്ചാണെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ട് ഓഡിറ്റോറിയത്തിന്റെ പുറകെ വന്നിങ്ങനെ മറിഞ്ഞു നിൽക്കുവാണ്. അപ്പോഴാണ് ഗംഗാപ്രസാദ് മതില് ചാടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു നിമിഷം മനോഹർ ഒന്ന് ഞെട്ടി. അപ്പൊ ഇവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാർത്തിയെ അല്ലെങ്കിൽ കല്യാണി ആരെങ്കിലും ഉന്നം വെച്ചിട്ടായിരിക്കും വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അവൻ അങ്ങോട്ട് മതിൽ ചാടി വരുന്ന കണ്ടപ്പോൾ മനോഹർ അവിടെ പമ്മി നിന്നു. എന്താ ഏതാന്നും അറിയത്തില്ലോ. ഒടുവില് അവന് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അകത്തേക്കുള്ള അവന്റെ ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, അവൻ അവരെ ഇല്ലാതാക്കാൻ പോകുന്നെന്ന്. പിന്നീട് മനോഹർ അവിടെ മറിഞ്ഞു നിന്നു. അപ്പോഴാണ് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കിരൺ വന്നു കഴിഞ്ഞപ്പോ കിരൺ ഇവനെ കാണുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടിയുണ്ടാകുന്നു. ഒടുവില് കിരൺ അവനെ അടിച്ച് ഒരു പരുവാക്കി ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അവശനായി പോയിട്ടുണ്ടായിരുന്നു. അവൻ ഓടി അവിടെ സൈഡിൽ വന്ന് നിന്നു. ഈ സമയം കിരൺ എന്ത് ചെയ്തു? കിരൺ അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് മനോഹർ അവന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഗംഗാപ്രസാദിന് ശരിക്കും എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അപ്പൊ ആ മതില് പോലും ചാടിക്കടക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് ഭയങ്കര ഉഷാറോടുകൂടി ചാടിക്കടന്നൊക്കെ വന്നു. പക്ഷെ അങ്ങോട്ടേക്ക് പോണെങ്കിൽ കാലൊന്നും അങ്ങോട്ടേക്ക് അനക്കി വെക്കാൻ പോലും പറ്റില്ല, പുറത്ത് കടക്കണമല്ലോ. ആ സമയത്ത് മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു, ആ നീയോ, നിന്നെ കണ്ടത് നന്നായെന്ന് പറഞ്ഞു. അല്ല നീ എന്താണ് ഇവിടെ? ഞാൻ ജയിലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? നിന്നെ കൊല്ലണോന്ന് പറഞ്ഞു. അവന്റെ അവസ്ഥ കണ്ടപ്പോ തന്നെ മനോഹറിന് മനസ്സിലായി ഇനി അവന് തന്നെ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. താൻ അവനെ ഉപദ്രവിച്ചാലും അല്ല നോർമൽ സ്റ്റേജിലുള്ള ഗംഗാപ്രസാദിനാണെങ്കിലും മനോഹറിന് അത്ര പെട്ടെന്നൊന്നും ഒതുക്കാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പൊ അവൻ തല്ലുകൊണ്ട് അവശനായിട്ടിരിക്കുമല്ലേ. ഈ സമയം ഗംഗാപ്രസാദ് ചോദിച്ചു, നീ എന്തൊക്കെയാടാ പറയണെന്ന് ചോദിച്ചു. അതേടാ, നീ കുറെ ദുഷ്ടതകൾ ചെയ്ത് കൂട്ടിയതല്ലേ. കിരണും കല്യാണിയൊക്കെ പാവങ്ങളാ, അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലടാ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. പോരാത്തേന് നിന്റെ പെങ്ങള് കാർത്തിക, ഞാൻ കുറെ ദുഷ്ടതകൾ ചെയ്തിട്ടുണ്ട്, കുറെ പെൺകുട്ടികളെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ ആരെയും കൊന്നിട്ടില്ലടാ. പാവം പിടിച്ച് ആ കല്യാണിയുടെ അമ്മയെ കൊന്നിട്ട് നീ എന്ത് നേടി? അതുപോലെ തന്നെ ദിലീപിന്റെ അച്ഛന് എത്ര പേരെയാടാ നീ കൊന്നേ. ഇനി നീ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പലരുടെ അപകടത്തിന് കാരണം. അത് മാത്രമല്ല എന്റെ മോളെ നോക്കുന്ന ആരാന്നറിയാവോ നിനക്ക്? കിരൺ സാറും കല്യാണി മാഡം ഒക്കെയാ. അങ്ങനെ അവർ നോക്കണ സമയത്ത് അവർക്കൊരു പോറല് പോലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല ജയിലിലേക്ക് വന്നിട്ടുണ്ട് നീ എന്നെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കല്ലേ. നീ ജയിലിലേക്ക് വരുമെന്നറിയാം. ഈ അവസ്ഥയിൽ നീ ജയിലിലേക്ക് വന്ന് കുറച്ചാൾ കഴിയുമ്പോൾ നീ റിക്കവർ ആയിട്ട് വരും. വീണ്ടും നീ വെല്ലുവിളികളായിട്ട് എൻ്റെ അടുത്തേക്ക് വരും. നീയും ആ രാഹുലും അതുപോലെ വിക്രം എല്ലാം ചേർന്നിട്ട് എന്നെ തീർക്കും എന്നുള്ള കാര്യം അറിയാൻ ജയിലിലിട്ട്. നീ വന്ന് പൂർണ്ണ ആരോഗ്യവനാണെങ്കിൽ നിന്നെ തടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം. ഇനി നിനക്ക് ജീവിച്ചിരിക്കാനുള്ള യോഗ്യത ഇല്ലടാ, നീ തീർന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാപ്രസാദ് തന്റെ മാക്സിമം ശക്തിയെടുത്ത് അവനെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ എങ്കിലും മനോഹർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരുമ്പുതണ്ട് കിടക്കുന്നുണ്ട്. മനോഹർ അതെടുത്ത് അവന്റെ തലക്കിടി ശക്തമായിട്ട് അടിക്കുവാണ്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരണിന് മനസ്സിലായി താൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ കിടക്കുന്ന കണ്ടത്. താൻ കരുതി പാറക്കല്ലിൽ തലയിടിച്ച് വീണായിരിക്കുന്നു. പിന്നീട് മനോഹർ പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ അവിടുന്ന് പോന്നു, നേരെ ജയിലിലേക്ക് പോയി പരോള് കഴിഞ്ഞിറങ്ങിയതല്ലേ, അവിടെ കയറുകയും ചെയ്തു. ആർക്ക് സംശയമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി. ഈ സമയം കിരൺ പറഞ്ഞു, നീ ചെയ്ത ചെറിയ ഒരു കാര്യമല്ല. കാരണം അവനെപ്പോലെ ഒരു ദുഷ്ടനെ കൊല്ലാന്ന് പറഞ്ഞാലേ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല പറഞ്ഞു. ഇത്രയും നാൾ നീ എന്തൊക്കെ പാവങ്ങൾ ചെയ്ത് കൂട്ടിയോ, ഒരു പക്ഷേങ്കിൽ അതിന്റെ പകുതി മുക്കാലും ഇതോടുകൂടി തീർന്നെന്ന് പറഞ്ഞു. അവൻ തീരേണ്ടവനാന്ന് പറഞ്ഞു. മനോഹർ പറഞ്ഞു, എനിക്ക് അവനെ കൊന്നതിലോ ഒരു കുറ്റബോധം തോന്നില്ല സാറേ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ കൊല്ലുന്നേ. അതും അവനെപ്പോലൊരു ദുഷ്ടനെ കൊല്ലാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇതിന്റെ പേരിൽ ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. കിരൺ പറഞ്ഞു, നീ പേടിക്കണ്ട,
നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വക്കീലിനെ ഏർപ്പാടായിക്കോളാം. നവീനെ അറിയാലോ, നവീന് നല്ല വക്കീലാണ്. നിനക്ക് അധിക ശിക്ഷ ഒന്നും കിട്ടത്തില്ല, കാരണം അവൻ തീരേണ്ടവനായിരുന്നു പറഞ്ഞു. നീ കുറെ ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഈ പറയുന്നവൻ തീരേണ്ടവനാ, അവൻ പണ്ടേ തീരേണ്ടവണ്ടാ. അതുകൊണ്ട് നിന്നോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവും, നിന്റെ സംരക്ഷണമായിരിക്കും ഞങ്ങൾ നോക്കുന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, സാരമില്ല സാറേ, സാറിനൊക്കെ വേണ്ടിയിട്ട്, സാറിനും കല്യാണ മഠത്തിനൊക്കെ വേണ്ടിയിട്ട് അകത്ത് കിടക്കാനും ഞാൻ സന്നദ്ധന. എനിക്കൊരു പ്രശ്നമില്ല, എത്ര നാള് വേണേലും ഞാൻ അകത്ത് കിടന്നോളാന്ന് പറഞ്ഞു. ഈ സമയം കിരൺ പറഞ്ഞു, നിന്നോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, കാരണം സരയു കാരണമാണ്. നിന്നോട് സംസാരിക്കണം മിണ്ടാനും വന്നിട്ടുണ്ടെങ്കിൽ സരയുവിന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ വരാതിരുന്നേ. നീ പറഞ്ഞാൽ മതി, നിന്റെ കുഞ്ഞിനെ കൊണ്ട് ഇടയ്ക്ക് കാണിക്കണോ, ഞങ്ങൾ കാണിച്ചോളൂടാ. ഇനി എന്നും നിന്നോട് വിധേയപ്പെട്ടവനായിരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, അതൊന്നും സാരമില്ല സാറേ, എനിക്കതും പ്രശ്നമില്ല. എന്താണെങ്കിലും ഞാൻ ജയിലിൽ കിടക്കണം, ഇതിന്റെ ശിക്ഷയും കൂടെ അനുഭവിച്ച് ഞാൻ ജയിലിൽ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് വിക്രം ഈ കഥകളൊക്കെ അറിയുന്നത്. മനോഹറാണ് ഗംഗാപ്രസാദിനെ തട്ടിയെന്നുള്ള കാര്യം. വിക്രത്തിന് വല്ലാത്തൊരു അന്ത്യാളിപ്പായിരുന്നു. സഹതടവുകാരനാ വന്ന് പറഞ്ഞേ, എടാ അവൻ നിസ്സാരക്കാരനൊന്നുമല്ല, ഒരുത്തന്റെ തലയടിച്ച് വീഴ്ത്തി. അതാരാന്നറിയാവോ? ആ ഗംഗാപ്രസാദ്. അവനെ പോലുള്ള ഒരുത്തനെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവന് ചില്ലറക്കാരനല്ലെന്നറിയാലോ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അവന്റെ ബുദ്ധി ഉണ്ടല്ലോ, അവൻ നിസ്സാരക്കാരനല്ല, അവന് ശക്തി കുറവാന്നുള്ളൂ, പക്ഷെ അവന്റെ ബുദ്ധി ഭയങ്കരവാ. കാരണം 10 തലയുള്ള രാവണനേക്കാളും കൂടുതൽ തലച്ചോറ് അവനുണ്ട്. അവൻ തലച്ചോറ് കൊണ്ടാ കളിക്കുന്നേ. ഈ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, നീ സൂക്ഷിച്ചോ, മിക്കവാറും അവന് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കിട്ടും പണി തരുമെന്ന് പറഞ്ഞു. നിന്നെയും കുഴിയിലേക്ക് വെക്കൂന്ന് പറഞ്ഞു. ഇപ്പം രാഹുലും പോയി, ഗംഗാപ്രസാദും പോയി, ഇനി നീയും കൂടെ ഉള്ളെന്ന് പറഞ്ഞു. അടങ്ങി ഒതുങ്ങി കഴിയുവാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ ഈ ജയില് വിട്ട് പുറത്തു പോയില്ലെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നിന്നെ മിക്കവാറും അവൻ കൊന്നു കുഴിച്ചു മൂടുന്നു പറഞ്ഞു. വിക്രത്തിന് ഒരു പേടിയൊക്കെ തോന്നി. പിന്നീട് കിരൺ വീട്ടിലേക്ക് വരുവാണ്. കിരൺ വീട്ടിലേക്ക് വന്ന് ലക്ഷ്മി അമ്മയോടും കാർത്തിയോടും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ സമയം ലക്ഷ്മി അമ്മ പറഞ്ഞു, കിരണേ, അവൻ മരിക്കേണ്ടവനായിരുന്നു ഗംഗാപ്രസാദ്. അവനെ നമ്മൾ ആരെങ്കിലും കൊന്നേനം, ഈ പറയുന്ന മനോഹർ കൊന്നില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് അവന് വേണ്ടുന്ന സംരക്ഷണങ്ങളൊക്കെ കൊടുക്കണം. കാർത്തി പറഞ്ഞു, അത് ശരിയാ, പഴയതുപോലൊന്നും ആയിരിക്കില്ല. അവന് വേണം വക്കീലിനെ ഏർപ്പാടാക്ക്. എത്ര രൂപ വേണമെങ്കിലും ഞങ്ങളും തരാം, കാരണം ഞങ്ങളുടെ ജീവൻ എടുക്കാൻ വന്നവനല്ലേ ഗംഗാപ്രസാദ്. അവൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, സാരമില്ല, അതിനൊന്നും ആവശ്യമില്ല, ഞാൻ അതൊക്കെ ചെയ്യിച്ചോളാന്ന് പറഞ്ഞു. അവൻ ഇത്രയൊരു നല്ല കാര്യം ചെയ്യുമെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ ഞാനായിരുന്നിരിക്കണം പോയി കിടക്കേണ്ടത് ജയിലില്. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അതേടാ മോനെ, അവൻ പാവമാണ്, അവനും മനംമാറ്റം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ നമ്മളും ആദ്യം വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. എന്നാലും പിന്നീട് അവനും മനംമാറ്റം ഉണ്ടായ കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ സമയം സരയു കാര്യങ്ങൾ അറിയുവാണ്. മനോഹറാണ് ഗംഗാപ്രസാദിനെ കൊന്നെന്നുള്ള കാര്യം സരയുവിനും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശാരി സരയുവിനെ കാണാൻ ചെല്ലുന്നുണ്ട്. സരയുവിനെ കണ്ട് സരയുവിനോട് പറഞ്ഞു, മോളെ, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, അവന് ആ മനോഹറാണ് ഗംഗാപ്രസാദിനെ കൊന്നേന്ന് പറഞ്ഞു. പിന്നീട് ശാരി പറഞ്ഞു, ആ ഗംഗാപ്രസാദ് ഒരു ദുഷ്ടനാന്നുള്ള കാര്യം അറിയാലോ, കാരണം അവൻ കുറെ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ട്. എന്നാലും മനോഹറിന് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. സരയു പറഞ്ഞു, ജീവിതത്തിൽ അവനൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതായിരിക്കുമേ, അല്ലാതെ ഇതിനു മുമ്പ് അവന് നല്ല കാര്യം പോലും ചെയ്തിട്ടില്ലല്ലോ. എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചേ. ശാരിയ അപ്പോഴേക്കും പറഞ്ഞു, ഒരു പക്ഷേ അവന് പ്രൊട്ടക്ഷൻ നൽകുമായിരിക്കും കിരണൊക്കെ. പ്രൊട്ടക്ഷനോ? അതെ, അവനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കിരണൊക്കെ നോക്കുമായിരിക്കും, ശ്രമിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. സരയ പറഞ്ഞു, അവനെ പുറത്തിറക്കിയിട്ട് എന്താവാനായിട്ടാ, അവൻ അകത്ത് കിടക്കട്ടെ, എനിക്ക് അവൻ എന്താണെങ്കിലും വേണ്ടിനി, അവൻ അകത്ത് കിടന്ന് ശിക്ഷ അനുഭവിക്കണം. പിന്നെ ആ ഗംഗാപ്രസാദിനെ കൊന്നോർത്തോണ്ട് ഞാൻ അവനെ സ്നേഹിക്കാൻ പോകുന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കിരണന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും കാണത്തില്ലായിരിക്കും, ഏകദേശം കഥകളൊക്കെ അതിൻ്റെ അവസാന ഭാഗത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്. എത്ര ദിവസം കൊണ്ട്, ചിലപ്പോൾ അടുത്ത ആഴ്ചയും കൊണ്ട് ഈ കഥകളൊക്കെ തീരുമായിരിക്കട്ടെ. 2-3 കഥകൾ അവസാനിക്കുന്നുണ്ട്. സേതുവിൻ്റെയും പല്ലവിയുടെയും കിരണിൻ്റെയും കല്യാണിൻ്റെ ഒക്കെ കഥകൾ അവസാനിക്കാൻ പോകട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.